അപ്പോൾ KPCCക്ക് ഒരു പ്രസിഡന്റ് വന്നപ്പോൾ പോലും തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്ത ഉമ്മൻചാണ്ടി എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് കണ്ടത്. കണ്ടിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ. ഉമ്മൻചാണ്ടി സിനിമയിൽ അഭിനയിക്കുകയാണ്. സിനിമയുടെ പേര് പീറ്റർ എന്നാണ്. ഇത് ന്യൂ ജനറേഷൻ സിനിമയാണ്. ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ നടക്കുന്ന പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെടുകയും അവർക്ക് വേണ്ടിയുള്ള അവരുടെ കണ്ണുനീരൊപ്പുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. മുഖ്യമന്ത്രി എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അല്ലാതെ ഏത് മുഖ്യമന്ത്രി? ഇത് നമ്മൾ സബ്ജക്റ്റ് എഴുതി വന്നപ്പോൾ ഒരു നല്ല മുഖ്യമന്ത്രിയുടെ ക്യാരക്ടർ ഇതിനകത്ത് വന്നു. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേനും ആലോചിച്ചപ്പോഴത്തേനും ഉമ്മൻചാണ്ടിയുടെ ക്യാരക്ടറുമായിട്ട് ഒത്തിരി ഇത് സാമ്യമുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പോയി ഇങ്ങനെ ചോദിച്ചു, എനിക്കിങ്ങനൊരു പുള്ളി പറഞ്ഞ് എന്താണെന്ന് കഥയെന്ന് ചോദിച്ചു. ഞാൻ അതിൻ്റെ വിവരിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞ് നല്ല രീതിയിലാണെങ്കിൽ ഞാൻ സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അതാണ് നല്ല സിനിമാ പ്രവർത്തകരുടെ ലക്ഷണം. സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കുന്ന സിനിമയുമായി മാത്രമേ സഹകരിക്കാവൂ എന്ന് പ്രശസ്ത സിനിമാ നിരൂപകനായ പിണറായി വിജയൻ വരെ പറഞ്ഞിട്ടുണ്ട്. പഴയകാല സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ അങ്ങേയറ്റം സ്നേഹത്തോടെയും ആദരവോടെയും പ്രത്യേകമായൊരു അടുപ്പത്തോടെയും നമ്മുടെ സമൂഹം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ സിനിമയിലൂടെ സമൂഹത്തിന് മുന്നിൽ നല്ല നല്ല സന്ദേശങ്ങളാണ് നൽകിയത്. ഉമ്മൻചാണ്ടിയെ പോലെ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള ഒരൊറ്റ നായകൻ മാത്രമേ തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലുള്ളൂ. മുൻകാലങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമുണ്ട്. MGR അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം നിർബന്ധം പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. മദ്യം കഴിക്കുന്ന സീനിൽ ഞാൻ അഭിനയിക്കില്ല, സിഗരറ്റ് വലിക്കുന്ന സീനിൽ ഞാൻ അഭിനയിക്കില്ല, അതല്ലെങ്കിൽ സ്ത്രീകളെ മോശമായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ മോശമായി സൂചിപ്പിക്കുന്ന ഒരു വാക്ക് ഞാൻ സിനിമയിൽ പറയില്ല എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുമായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന കാരണം എന്നെ ഒരുപാട് പേര് അനുകരിക്കും എന്നുള്ളത് തന്നെയാണ്. ആ ബോധം തീർച്ചയായും നമ്മുടെ ചലച്ചിത്ര രംഗത്തുള്ള താരങ്ങൾക്കായാലും ശരി, ചലച്ചിത്രം ഉണ്ടാക്കുന്നവർക്കായാലും വേണം എന്നുള്ളത് പുതിയ കാലത്ത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. MGR സിനിമയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലെത്തിയത്. ഉമ്മൻചാണ്ടി രാഷ്ട്രീയത്തിൽ നിന്നാണ് സിനിമയിലെത്തിയത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അദ്ദേഹത്തിന് നമുക്കൊരു 8 ദിവസത്തെ ഷൂട്ടിങ് പലപ്രാവശ്യം ആയിട്ടുണ്ട്. ഒരു 10-20 സീനിലേക്ക് വരുന്നുണ്ട്. പടത്തിൻ്റെ ത്രൂ ഔട്ട് മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് കാണും. ഉമ്മൻചാണ്ടി എന്ന പേരിൽ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്ന് തന്നെയാണ്. അങ്ങനെ ഉമ്മൻചാണ്ടി ത്രൂ ഔട്ട് സിനിമാ അഭിനയത്തിലേക്ക് തിരിഞ്ഞ നേരം നോക്കി UDFിലെ സീനിയർ നേതാവിന്റെ റോളിലേക്ക് ഒരാൾ നുഴഞ്ഞു കയറി. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും
തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും നല്ല പ്രവൃത്തിയായി എന്റെ കൈയിലും നന്മയായി നീ കടന്നിരിക്കണമേ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും യാ മുഹമ്മദിൻ കാരുണ്യശീലവും ക്രിസ്തുദേവന്റെ ത്യാഗവും സ്നേഹവും ബാബുജി തന്നഹിംസയും നീയല്ലോ. എങ്ങുമെങ്ങും നിറഞ്ഞൊരൻ ദൈവമേ, എന്നുമെന്നിൽ ദയ ചൊരിയണമേ. പാദം ഇടക്കൊന്നിടറിയെങ്കിലും പ്രാർത്ഥനയിലൂടെ അതെല്ലാം ബലപ്പെടുത്തി നായകൻ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അവിടെ കസേര അടുക്കി വെച്ചിട്ടുണ്ട്. ആ കസേര എടുത്ത് ഫ്രണ്ടിലിരിക്കാൻ തയ്യാറാകണം. ആരും അവിടെ തിരക്കാൻ. ഇനിയും പ്രവർത്തകർ ഈ ഹാളിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർക്ക് കടന്നു വരുവാനുള്ള ഒരു സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം. മാണിസാർ എത്തി അരങ്ങൊന്നുണർന്നതോടെ കുഞ്ഞാലിക്കുട്ടിയും വന്നു കയറി. ഓർക്കണേ, ഇത് മാണിസാറിന്റെ സ്വന്തം വേദിയാണ്, മുന്നണിയുടേതല്ല. മാണിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ എന്ത് എന്ന് ഇനിയും പിടികിട്ടാത്തവരുണ്ടെങ്കിൽ ഇതാ കേട്ടോളുക. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു കുഴപ്പമുള്ളതൊന്നും, മുസ്ലിം എന്നുള്ള പേരധികമുള്ളതാണ്. മുസ്ലിം എന്ന പേര് വന്നതുകൊണ്ട് അതൊരു വർഗീയ പാർട്ടിയാണോ? അല്ല. ഇത്ര മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല മതേതര സ്വഭാവം ഏത് കാര്യത്തിലാണ്. അവരെ എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മതേതര വീക്ഷണത്തോടുകൂടിയാണ് ഓരോ പ്രശ്നത്തെയും കണ്ടിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എത്ര നൂറ്റാണ്ടുകാലമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പാലായും പാണക്കാടുമായിട്ടുള്ള ബന്ധം എത്രയോ ദീർഘമായിട്ടുള്ള ബന്ധമാണ്. ബാബക്കിത്തങ്ങളുടെ കാലഘട്ടത്തിൽ ആചാര്യനായ സമുദായ ആചാര്യനായിരുന്ന ബാബക്കിത്തങ്ങളുടെ കാലഘട്ടം പോലും എനിക്ക് ഓർമ്മയുണ്ട്. നൂറ്റാണ്ട് കാലത്തെ ബന്ധമാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. അങ്ങനെയുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എന്നിട്ടും മുസ്ലിം എന്ന വാക്ക് ആ പാർട്ടിയുടെ പേരിനോടൊപ്പമുള്ളത് ഒരു കുഴപ്പമായി മാണിസാറിന് പോലും തോന്നുന്നുണ്ടെങ്കിൽ എന്നാ പറയാനാ? പൊളിമിക്സ് ഒന്നും വ്യാഖ്യാനിക്കുന്നില്ല. നന്ദി, നമസ്കാരം.